പെട്ടെന്നൊരു മുട്ടക്കറി വേണം. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറി. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്നൊരു വെറൈറ്റി മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സാധാ ഉണ്ടാക്കണ പോലെ തന്നെയല്ലേ? അല്ല, ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. 10 മിനിറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് സബോളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തിലൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റ് കൂടി വേണ്ട കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ? അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നും പറയണ പോലെ ചപ്പാത്തിയിൽക്കും ചോറിൽക്കും എല്ലാറ്റിലും കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറച്ച് സാധനങ്ങൾ മതി, അധികം മസാലകൾ വേണ്ട. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അല്ലേ? പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമുക്ക് 2-3 കോഴിമുട്ട ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. കൂടുതൽ ചാറൊന്നും വേണ്ട, നമുക്ക് ഈ കോഴിമുട്ട മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുട്ട കുറച്ച് അധികം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അത്ര ഒന്നും എടുക്കണില്ല കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവിടെ കൊടുന്ന് വെച്ചേക്കുക, അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ അതിനായിട്ട് 2 സബോള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. അതെന്തായാലും വേണമല്ലോ, മുട്ടക്കറി ആയാലും ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി ഇല്ലാത്തൊരു കറിയില്ലല്ലോ. ഇനി ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടോളൂ കേട്ടോ. ഞാനിവിടെ പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാരണം ഏലക്ക, ഗ്രാമ്പു, പട്ട, അപ്പോൾ ഏറ്റവും നല്ലത് പൊടിയിടുക. ഇത് ഇങ്ങനെ കടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, കാരണം ടേസ്റ്റിന് കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഗരം മസാല പൊടി ഇട്ട് കൊടുത്താൽ മതിയിട്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കുക. ശരിക്കും ഇങ്ങനെ ചതച്ചിട്ട് ആ മസാല ഒക്കെ വഴറ്റിയെടുക്കുമ്പോഴാണ് നല്ല മണം വരിക. അത് ചിക്കൻ കറിക്കും ബീഫിനും ഒക്കെ നമ്മൾ അങ്ങനെ മതി. മുട്ടക്കറിക്ക് നമുക്ക് പൊടിച്ചത് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി പൊടിച്ചത് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതിയിട്ട്. പിന്നെ തക്കാളി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സബോള ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. നല്ല ചെറുതാക്കൊന്നും വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ എങ്ങനെ വേണമെങ്കിലും സബോള മുറിച്ചെടുക്കാം. ഇനി വലുതായാലും ചെറുതായാലും ഒരു പ്രശ്നമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ആയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ 2 സബോള തന്നെ എടുത്താൽ മതി, കൂടുതൽ വേണ്ട. അപ്പോൾ സബോള, പിന്നെ തക്കാളി, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മാറ്റി വെച്ച് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുക്കുക. ഇത് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയിട്ട്, നിർബന്ധമൊന്നുമില്ല. പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ കറിയിൽ അരച്ച് ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഉമ്മ പറയുന്ന പോലെ ഇനി കുറച്ച് ദിവസത്തെ വീഡിയോയിൽ എന്തായാലും കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ കൂടുതലുണ്ടാവും. അനിയത്തി വരുമ്പോൾ കുറച്ചധികം കൊടുന്നു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണ ഏത് ഓയിലോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക രുചിയാണല്ലോ, കാരണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായപ്പോൾ സബോള ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് വഴണ്ടി വരട്ടെ. നമുക്ക് നന്നായി വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ വേഗമാവുമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ കമൻറ്റും ലൈക്ക് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ട് പോയിക്കോളൂ. നല്ലതായാലും ചീത്തയായാലും ഒക്കെ കമൻറ്റിൽ വന്ന് പറഞ്ഞോളൂ. അപ്പോഴല്ലേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് മാറ്റാനും നല്ലതാക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കമൻറ്റ് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ സബോളയിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് വരുമല്ലോ. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ആയി വരണം കേട്ടോ. അപ്പോൾ അതായി വരട്ടെ. അപ്പോൾ ഈ ഒരു കറിയാകുമ്പോഴേ നമുക്ക് ചോറിൽക്കായാലും ചപ്പാത്തിയിൽക്കായാലും ഒക്കെ കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം. അതുപോലെ മടി പിടിച്ചിരിക്കണവർക്ക് ദിവസം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചോറിൽക്കായാലും വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. ഞാൻ എന്നും പറയണ പോലെ ഇന്നും പറയുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു കറിയാണ്. നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ സബോളൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി പച്ചമുളക് ചതക്കുണ്ടെങ്കിൽ നിങ്ങളത് കീറിയിട്ട് കൊടുത്താലും മതി കേട്ടോ, നടുമുറിച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനത് അങ്ങനെ ചതച്ചെടുക്കുക ചെയ്ത്. ഇനി കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അത് കടിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആ പച്ചമസാലയുടെ ഒക്കെ ഒരു മണം മാറണം. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് തന്നെ ഇട്ട് കൊടുക്കണമല്ലോ. നമ്മൾ മുട്ടക്കറിയിൽ കയറുന്ന പോലെ കുറച്ചധികം ഇട്ട് കൊടുക്കണില്ല. കുറച്ചധികം എന്ന് പറഞ്ഞാൽ മുട്ടക്കറിയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുമല്ലോ. ഒരു പേരിന് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കില്ല. അതുപോലെയാണ് ഞാൻ മസാലകൾ ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്കൊരു ചെറുതായിട്ടൊരു എരിവും അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഈ മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അതൊന്ന് പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ മസാല ഒക്കെ ഒന്ന് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. തക്കാളി ഇനി അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല കേട്ടോ. തക്കാളി ഇങ്ങനെ ആകുമ്പോൾ അത് പെട്ടെന്നായി വരും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണ ഒരു കറിയാണ്. അപ്പോൾ അത് കാരണം ഇങ്ങനെ തക്കാളിയൊക്കെ ഇതുപോലെ അടിച്ചൊഴിക്കുകയാണെങ്കിൽ പെട്ടെന്നായി വരും. അപ്പോൾ ഇനി തക്കാളി ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാല ഒക്കെ നെയ്യിലൊന്ന് പറ്റി പിടിച്ച് വരണമല്ലോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഉപ്പ് അധികം ഇടണ്ട, ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ അതിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇളം ചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ അടി പരന്നൊരു ചട്ടി എടുത്തോളൂ കേട്ടോ. അപ്പോഴാണ് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ അത് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി അതൊന്ന് അടച്ച് വെക്കുക. കുറച്ച് നേരം അടച്ച് വെക്കും, തിളച്ച് വരട്ടെ. അപ്പോഴത്തേനും നമുക്കിതാ ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് അരച്ച് വരാം.
അപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാൻ തരിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും അത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു. അത് മറന്നു പോയതായിരുന്നു, പിന്നെയാണ് ഓർമ്മ വന്ന് കറിവേപ്പിൻ്റെ ഇല ഇട്ടില്ലല്ലോ. അതല്ലെങ്കിലും അങ്ങനെയാണ്, നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കാനൊരു മടിയാണ്. അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ മേടിച്ചതാണെങ്കിൽ എന്തായാലും ഫ്രിഡ്ജിലുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം പോയി പൊട്ടിച്ച് കൊടുന്നിട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് പപ്പടം പൊരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പപ്പടം പൊരിച്ചത് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ മുന്നേ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പപ്പടം കൂടി ഇട്ടാലാണ് ഈ മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പപ്പടക്കറിയല്ലേ, അവിടെ നിൽക്ക്, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഈ ഒരു പപ്പടം ഉള്ള കാരണമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പപ്പടത്തിൽ ഉപ്പുണ്ട്, അപ്പോൾ അത് കാരണം കൂടുതലായിട്ട് ഉപ്പ് വേണ്ട. അപ്പോൾ ഞാനിത് മുന്നേ കണ്ട വീഡിയോയിൽ ഒരു പപ്പടം പൊരിക്കാതെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പപ്പടം പൊരിക്കാതെ ഇടാനൊരു മനസ്സ് സമ്മതിക്കണില്ല. ഇനി എങ്ങാനും ടേസ്റ്റ് കുറഞ്ഞാലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയത് ഇതുപോലെ പപ്പടം ഇട്ടിട്ടാണ് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇപ്രാവശ്യം പപ്പടം പൊരിച്ചിട്ട് തന്നെ ഇട്ടത്. പപ്പടത്തിലൊക്കെ മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ 3 മുട്ടയാണ് ഇവിടെ പൊട്ടിച്ചൊഴിക്കണത്. ഓരോന്നോരോന്നായിട്ട് ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇളക്കൊന്നും ചെയ്യേണ്ട കേട്ടോ, അതിൻ്റെ ഉണ്ണിയൊക്കെ കലങ്ങി പോവും. അത് കാരണം നമുക്കത് അടച്ച് വെക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അടച്ച് വേവിക്കുക. അപ്പോൾ അത് ആവിയൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, ഓരോ ഭാഗമായിട്ട് വെന്ത് വരുന്നുണ്ട്. മീഡിയത്തിൽ മാത്രം ഫ്ലെയിം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമും വേണ്ട, സിമ്മിലും വേണ്ട. അപ്പോൾ ഞാൻ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ച് കൊടുത്തേക്കുന്നത്, കണ്ടില്ലേ, കുറച്ച് നേരം കൊണ്ട് തന്നെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എടുത്തോളൂ കേട്ടോ. നമ്മൾ ബുൾസൊക്കെ കഴിക്കണ പോലെ ആ ഉണ്ണി പകുതി വെന്തിട്ട് ഇവിടെ ഉമ്മാക്ക് ഇഷ്ടമാണ്, മോനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് വേവിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആയി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നടുവിലൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. മുട്ടയുടെ ഉണ്ണിയൊക്കെ നന്നായി വെന്ത് വന്നോട്ടെ, കണ്ടില്ലേ, ഇങ്ങനെ എടുക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അണ്ടിപ്പരിപ്പ് അരച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് ഒഴിച്ച് കൊടുത്താലും ഒന്നും കൂടി ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് കാരണമാണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇതിലധികം മസാലകളൊന്നും ഇല്ലാത്തൊരു മുട്ടക്കറിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. മക്കൾക്കൊക്കെ കൊടുക്കുക, എരിവൊക്കെ കുറവല്ലേ. ഇനി സ്കൂൾക്കൊക്കെ മുട്ടക്കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. വേറെ ഒന്നും വേണ്ടല്ലോ. പിന്നെ മുട്ടയുടെ അങ്ങനെ വലിയ മണമൊന്നും വരില്ല. നമ്മളിത് വേവിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഉപ്പുണ്ടോ നോക്കിയതാണ്. ഉപ്പൊക്കെ പാകമായിരുന്നു. നമ്മൾ പപ്പടം കൂടി ഇട്ട് കൊടുത്ത കാരണം ഉപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ സൈഡിലൊക്കെ ഒന്ന് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. അപ്പോൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല മുട്ടക്കറിയാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. സൈഡിൽ നിന്നൊക്കെ ഒന്ന് ചെറുതായിട്ട് തള വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ടൊരു സാധനം ഇട്ട് കൊടുക്കണ്ടേ. അത് കയ്യിലുണ്ടെങ്കിൽ കുറച്ചധികം മല്ലിയില തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. മുട്ടക്കറി ആയാലും ബീഫ് കറി ആയാലും ചിക്കൻ കറി ആയാലും എല്ലാ കറിയിലും നമ്മൾ കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇഷ്ടമുള്ളവർക്ക് കിട്ടാം. ഇവിടെ ഉമ്മയുടെ അനിയത്തിക്കൊന്നും തീരെ ഇഷ്ടമല്ല. അത് ബിരിയാണിയിലൊക്കെ ഇരുന്ന് പറക്കിയെടുക്കും. അപ്പോൾ ഇവിടെ എനിക്കും മോനിക്കും ഉമ്മാക്കൊക്കെ നല്ല ഇഷ്ടമാണ് മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റും ആ ഒരു മണമൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ആ മല്ലിയിലൊക്കെ ഒന്ന് അതിൽ പറ്റി പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. അത് 2-3 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ആയി വരും കേട്ടോ. കണ്ടില്ലേ, മുട്ടക്കറി കണ്ടില്ലേ, എന്താ ഭംഗിയില്ലേ. ആ ഭംഗി മാത്രമല്ല കേട്ടോ, കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതൊന്ന് വിളമ്പിയിട്ടും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് കോരി എടുക്കാൻ പറ്റും. ആ പപ്പടമൊക്കെ അതിലതാ പറ്റി പിടിച്ചിരിക്കണോ. ഇനി കുറച്ച് പപ്പടത്തിൻ്റെയും കൂടി എടുക്കുക. കണ്ടില്ലേ, പപ്പടം തന്നെ അറിയില്ല അല്ലേ. ഇനി നമുക്കതൊന്ന് പൊട്ടിച്ചിട്ട് നോക്കാം. മുട്ടയുടെ ഉണ്ണിയൊക്കെ വെന്തോ നോക്കണ്ടേ. അപ്പോൾ കണ്ടില്ലേ, നല്ല മുട്ടക്കറിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. എന്നിട്ട് എൻ്റെ ഏതെങ്കിലും വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻറ്റിൽ പറയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുന്നേ നമ്മളൊരു പപ്പടക്കറി ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കി നോക്കുക. നല്ല കറിയാണ് കേട്ടോ. അതും ഇതുപോലെ ചോറിലേക്ക് പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കേ, ബൈ.